my dear students. Welcome to HomeSkul Improvement Revision Classes. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തേത് തെർമോഡൈനാമിക്സും രണ്ടാമത്തേത് റിഡോക്സ് റിയാക്ഷൻസും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നോക്കാം. ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മുൻപത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ തെർമോഡൈനാമിക്സ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? യെസ്, ഇറ്റ് ഈസ് ആക്ച്വലി എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് the quantitative relationship between the heat energy and other forms of energy. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ആക്ച്വലി ഇതിൽ നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്നത് എന്താ? എനർജി ട്രാൻസ്ഫർ ആണ്, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ അല്ലെങ്കിൽ അതർ ഫോംസ് ഓഫ് എനർജിയുടെ ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് തെർമോഡൈനാമിക്സിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ പഠിക്കുന്നുണ്ട്. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, ഓക്കെ, അതുമാത്രമല്ല എന്താണ് യൂണിവേഴ്സ്, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ദെൻ ഡിഫറെൻറ്റ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. ഓക്കെ, ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം ഒന്ന് സിമ്പിളായിട്ട്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള ഒരു സെലക്റ്റഡ് പാർട്ടാണ്. ഓക്കെ, വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആ സിസ്റ്റത്തിനെ എക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം തന്നെ സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം സിസ്റ്റം വിത്ത് സറൗണ്ടിങ്സ് ഈസ് കോൾഡ് എ യൂണിവേഴ്സ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആയിരുന്നു ഓപ്പൺ സിസ്റ്റം, രണ്ടാമത്തത് ക്ലോസ് സിസ്റ്റം, ആൻഡ് തേർഡ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്താ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? വെൻ എ സിസ്റ്റം എക്സ്ചേഞ്ച് ഇറ്റ്സ് മാറ്റർ ആൻഡ് ആസ് വെൽ ആസ് എനർജി വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റം അതിൻ്റെ അകത്തുള്ള മാറ്ററിനെയും അതുപോലെ തന്നെ എനർജീനെയും സറൗണ്ടിങ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഇനി അതേസമയം ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിലോ അവിടെ മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് നടക്കത്തില്ല. ഓക്കെ, അവിടെ എന്ത് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ? ഹീറ്റ് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ എനർജി മാത്രമാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിനെ നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഇനി വാട്ട് അബൌട്ട് ഐസൊലേറ്റഡ് സിസ്റ്റം? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ മാറ്ററിൻ്റെയും അതുപോലെ തന്നെ എനർജിയുടെയും എക്സ്ചേഞ്ച് നടക്കത്തില്ല. ഓക്കെ, ദേ നെയ്തർ exchange matter nor energy with its surroundings. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് സിസ്റ്റമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതെല്ലാം നമ്മളൊന്ന് റിവൈസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ സ്പോണ്ടേനിയസ് പ്രോസസ്സസ്? ഗിവ് ദ ക്രൈറ്റീരിയൻ ഓഫ് സ്പോണ്ടേനിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ജി ഫോർ എ പ്രോസസ് taking place at constant temperature and pressure. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോസസ്സും വിത്തൗട്ട് എനി ഏജൻസി തനിയെ തന്നെ നടക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷനെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നോ പറയാം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല, തനിയെ തന്നെയാണ് ഒരു ഐസ് മെൽട്ടായി ലിക്വിഡ് ഫോമിലേക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സും ഡെൽറ്റ ജിയും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. ദെൻ ഡെൽറ്റ ജിയും ഈ ഒരു സ്പോണ്ടേനിറ്റിയും തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഇഫ് ഡെൽറ്റ ജി വാല്യൂ ഇസ് നെഗറ്റീവ്, ഓക്കെ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പറയാം വെൻ ഡെൽറ്റ ജി ലെസ് ദാൻ 0. ഈ രണ്ട് കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുക? ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ക്രൈറ്റീരിയൻ ഫോർ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, ദെൻ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? Okay, Gibbs free energy എന്ന് പറഞ്ഞാൽ actually
it is the quantity used to measure the work done in a thermodynamic system. Okay, condition എന്തൊക്കെയാണ്? At constant temperature and pressure. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ ഉള്ള വർക്ക് ഡൺ എത്രയാണ്, അതിൻ്റെ മെഷർ എടുക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ സീറോനേക്കാളും കുറവാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ആ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ഇസ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് അയൺ. ഓക്കെ, ഇവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, അയണിൻ്റെ ഓക്സിഡേഷൻ. ഓക്കെ, റസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻട്രോപ്പി ചേഞ്ച് ഈസ് -549.4 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് അറ്റ് 298 കെൽവിൻ. ഓക്കെ, അവിടെ എൻട്രോപ്പി ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ എൻട്രോപ്പി ചേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദിസ് റിയാക്ഷൻ, വൈ ഈസ് ദ റിയാക്ഷൻ സ്പോണ്ടേനിയസ്? ഓക്കെ, ആക്ച്വലി നമുക്കറിയാം ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ, അതായത് ഡെൽറ്റ എസ് ടോട്ടൽ ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു റിയാക്ഷൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആക്ച്വലി തന്നിട്ടുള്ളത് എത്രയാണ്? -549.4 ആണ്. പക്ഷെ എന്നിരുന്നാലും അതൊരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല, അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് പ്രൂവ് ചെയ്യുക? നോക്കിക്കേ, ഇപ്പോൾ ഡെൽറ്റ എസ് ടോട്ടൽ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് പ്ലസ് ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം. ഓക്കെ, അതായത് ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സറൗണ്ടിങ്സ്. ഓക്കെ, എൻട്രോപ്പി ഇൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഡെൽറ്റ എസ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ എസ് സിസ്റ്റം ആണ് തന്നിട്ടുള്ളത്. അത് എത്രയായിരുന്നു? -549.4 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഡെൽറ്റ എസ് സറൗണ്ടിങ് കണ്ടുപിടിക്കുന്ന വേറൊരു ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് enthalpy of formation of the reaction, standard enthalpy of formation of the reaction by temperature. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂ നോക്കാം. ഓക്കെ, തന്നിട്ടുള്ള വാല്യൂ -1648 into 10⁻³ ജൂൾ മോൾ ഇൻവേഴ്സ് ബൈ ടെമ്പറേച്ചർ എത്ര തന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 298 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കിക്കേ 5530 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ദെൻ എന്ത് കണ്ടുപിടിക്കണം? നമുക്കിപ്പോൾ ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡെൽറ്റ എസ് ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എസ് ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ വാല്യൂ കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡെൽറ്റ എസ് സിസ്റ്റം ഉണ്ടല്ലോ, അത് എത്രയായിരുന്നു? -549.4 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. അത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എസ് ടോട്ടൽ കിട്ടും. അപ്പോൾ ആ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് നോക്കിക്കേ 4980.6 ആണ്. ഓക്കെ, അത്രയും ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ആസ് ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച്. ഓക്കെ, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അതിന് എക്സാമ്പിളും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും ആക്ച്വലി മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ കെമിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലാണ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ്. അതായത് കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടുതൽ ലാർജ് എമൗണ്ട് ഓഫ് മാറ്ററും ഉള്ള ഒരു കേസിലാണ് നമ്മൾ തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് തന്നെ രണ്ട് ടൈപ്പാണുള്ളത്. ദാറ്റ് ഈസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? എക്സാമ്പിൾസ് നോക്കിക്കേ. മാസ്, വോളിയം, ഇന്റേണൽ എനർജി,
enthalpy, heat capacity, etc. ഇനി എന്താ ഡെഫിനിഷൻ നോക്കിക്കേ. The properties of a system which depend on the amount of matter. Okay, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് the properties of a system which depend on the amount of matter contained in it are called extensive property. Okay, അതായത് ഒരു സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് നമുക്ക് എന്ത് പറയാം, അതിന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എക്സാമ്പിൾസ് മാസ്, വോളിയം, ഇന്റേണൽ എനർജി, ഓക്കെ എൻതാൽപ്പി, ഹീറ്റ് കപ്പാസിറ്റി തുടങ്ങിയതാണ്. ഓക്കെ ദെൻ അതുപോലെ തന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താ? വിച്ച് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദാറ്റ് സിസ്റ്റം. ഓക്കെ ദാറ്റ് ആർ നോൺ ആസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾസ് പഠിക്കുക, ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി, എറ്റ്സെട്ര. ഓക്കെ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ മിക്സ് ചെയ്ത് തരും. എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, ഏതൊക്കെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ അപ്പോൾ എന്താണ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ ഇസ് delta G gives a criteria for spontaneity of reactions at a constant pressure and temperature. Okay, how is delta G helpful in predicting the spontaneity of the reaction? Okay, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് അല്ലേ. അപ്പോൾ നോക്കിക്കേ ഏതൊക്കെ ക്രൈറ്റീരിയയിലാണ് ഒരു റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി, അതായത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ജി നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകുക അല്ലെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ 0-നേക്കാളും കുറവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിലോ? 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആ ഒരു റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, state and explain Hess's law of constant heat summation. Okay, very very important topic. Okay, അപ്പോൾ Hess's law of constant heat summation എന്താ ആക്ച്വലി മീൻ ചെയ്യുന്നത്? അതായത് എനിക്കൊരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ ആ ഒരു റിയാക്ഷനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അതായത് എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ് ഡിയിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ ഇത് റിയാക്റ്റൻറ്റ്, ഇത് പ്രൊഡക്റ്റ്. ഓക്കെ ഇനി എക്ക് ഡയറക്റ്റ് ഡിയിലേക്ക് മാറാം. ഓക്കെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് എനർജി അത് അബ്സോർബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തിട്ടോ ഡി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആവും. പക്ഷേ ചില കേസുകളിൽ എന്ത് സംഭവിക്കും? ഈ എ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റ് വേറെയും ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ട്സിലൂടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യാം. ഓക്കെ അതായത് എക്ക് ആദ്യം ബിയിലേക്ക് കൺവേർട്ട് ആവാം, ദെൻ സി ആയിട്ട് മാറാം, എന്നിട്ട് മാത്രം ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ നോർമലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ വഴിയാണ്. ഓക്കെ അതായത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൺസിഡർ ചെയ്യുക, എ ഡി ആവാനായിട്ട് 100 കിലോ ജൂൾ ഓഫ് ഹീറ്റ് വേണം. ഓക്കെ അതുപോലെ തന്നെ എ ബി ആയിട്ട് മാറാനായിട്ട് ഒരു 30 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ 30 കിലോ ജൂളാണ് അവിടെ വേണ്ട എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇവിടെയും ഒരു 30, ദെൻ ബാക്കി എത്രയുള്ളത്? 30 + 30 60, ദെൻ ബാക്കിയുള്ള 14 കിലോ ജൂൾ ഇവിടെയും എടുത്തു. ഓക്കെ അപ്പോൾ ടോട്ടൽ അതായത് ഈ ഒരു ഓക്കെ ഈ വേരിയസ് സ്റ്റെപ്സ് വഴി ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ സെയിം ആണ്. ഓക്കെ ഇതാണ് ആക്ച്വലി ഹെസ്സസ് ലോയിൽ പറയുന്നത്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സി ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ എൻതാൽപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ സെയിം whether the change takes place in one step or several steps. മനസ്സിലായോ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് സിംഗിൾ സ്റ്റെപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെവറൽ സ്റ്റെപ്പ് ആയിക്കോട്ടെ, ബട്ട് അതിൻ്റെ
ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹെസ്സസ് ലോയിൽ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വൺ, അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനും കൂടി എക്സാമിന് ചോദിക്കാറുണ്ട്. ഹെസ്സസ് ലോയിന് ഒരു ഇല്ലസ്ട്രേഷനും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ലെറ്റ് us consider the formation of carbon dioxide from carbon and oxygen. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നത്? കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, കാർബൺ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ഇൻ 2 ways. ഓക്കെ, അതായത് കാർബണിന് കാർബൺ ഡയോക്സൈഡ് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ലൈക്ക് ദിസ്, കാർബൺ ഓൺ റിയാക്ടിങ് വിത്ത് ഡയോക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ എന്തും കൂടി എഴുതണം, അത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ള കാര്യം കൂടി എഴുതണം. ഓക്കെ, പ്യുവർ കണ്ടീഷനിലാണ് നമ്മൾ ആക്ച്വലി എൻതാൽപ്പി ചേഞ്ചുകൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അത് ഓരോ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അതിൻ്റെ പ്യുവറസ്റ്റ് സ്റ്റേറ്റിലായിരിക്കണം കാണേണ്ടത്. ദെൻ മെത്തേഡ് 2 എങ്ങനെയാ? 2 സ്റ്റെപ്സ് വഴി കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാം. നോക്കിക്കേ, കാർബൺ ആദ്യം ഹാഫ് O2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നു. ദെൻ ഈ കാർബൺ മോണോക്സൈഡും വീണ്ടും അടുത്ത ഡയോക്സിജൻ, ഓക്കെ, അടുത്ത ഹാഫ് O2 ആയിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കേ, അപ്പോൾ ഇവിടെ ΔH1 എന്ന് പറയുന്നത് ആദ്യത്തെ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പിലുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ്. ഇനി ΔH2 എന്ന് പറയുന്നതോ കാർബൺ ഡയോക്സൈഡ് അത് കഴിഞ്ഞിട്ട് കാർബൺ മോണോക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഓക്കെ, അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വാല്യൂസ് നോക്കുക, നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇസ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് തമ്മിൽ സം ചെയ്ത് നോക്കിക്കേ. സി -110.5. ഓക്കെ, ഇത് രണ്ടിനെയും സം ചെയ്ത് കിട്ടുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? ഡയറക്റ്റ് ഈ കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആകുന്ന കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉള്ള ΔH ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് -393.5 ആണ്. അത് തന്നെയല്ലേ ആക്ച്വലി ഇത് തമ്മിൽ ഈ 2 സ്റ്റെപ്പ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി ഹെസ്സസ് ലോയിൽ പറയുന്നത്. ഓക്കെ, ഹെസ്സസ് ലോ ഈസ് ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഹെസ്സസ് ലോ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ദെൻ അതിന് ഒരു ഇല്ലസ്ട്രേഷനും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഓക്കെ, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ. ഓക്കെ, മീഥെയിൻ ഗ്യാസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ആക്ച്വലി കാർബൺ വിത്ത് 2H2 gives CH4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. എൻഗേജ്ഡ് സ്റ്റേറ്റ്, CH4 എൻഗേജ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ΔH ഓഫ് ദ റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വേറെ ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചും തന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോർമേഷൻ ആണ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇക്വേഷൻ തന്നിട്ടുള്ളത് CH4 + 2O2 gives കാർബൺ ഡയോക്സൈഡ് ആൻഡ് 2H2O. ഓക്കെ, അപ്പോൾ ഈ 3 ഹിൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ CH4ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 3 ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? നമുക്ക് വേണ്ട ഈ ഒരു റിക്വയർഡ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിക്വയർഡ് ഇക്വേഷൻ തരത്തിലേക്ക് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ നമ്മുടെ മീഥേൻ ഗ്യാസ് ഫോം ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും അല്ലേ? അപ്പോൾ നമ്മുടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഇക്വേഷൻ, ഓക്കെ, ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ റിയാക്റ്റൻ്റെ സൈഡിൽ ആരാ ഉള്ളത്? കാർബൺ ഉണ്ട്. ഇനി രണ്ടാമത്തെ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ നോക്കിക്കേ, എവിടെ കിടക്കുന്നത്? അടുത്തൊരു ഇക്വേഷനിലാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ബട്ട് അവിടെ ഒരു ചേഞ്ച് ഉണ്ടല്ലേ, നോക്കിക്കേ, ഇവിടെ 2 മോളിക്യൂൾസ് ആണ്. ഓക്കെ, 2H2 എന്നാണ് കിടക്കുന്നത്.
പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ H2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ 2നെ ഞാൻ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇക്വേഷൻ 3 ആയിട്ട് മാറ്റാം. അതായത് ഞാനിതിനെ ഇക്വേഷൻ 2നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ എങ്ങനെയാവും നോക്കിക്കേ. 2H2 ദെൻ 2 ഇൻറ്റു 1/2 O2, അതായത് 2/2 എന്ന് വരും. ദാറ്റ് മീൻസ് ക്യാൻസൽ ചെയ്ത് പോയി O2 മാത്രമായി വരും അല്ലേ. ഗിവ്സ് 2H2O. ഓക്കെ, 2 വെച്ചിട്ട് ആ ഒരു എൻറ്റയർ ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിക്വയർഡ് ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂവിലും ഒരു ചേഞ്ച് വരും അല്ലേ. അതായത് ഇതിനോടുകൂടി എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം -571.6 എന്ന് വരും, ആൻസർ വരും kJ per mole. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഓക്കെ, ഇവിടെ CH4 ഉണ്ട്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ഇക്വേഷനിൽ CH4ൻ്റെ പൊസിഷൻ പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എൻറ്റയർ ഇക്വേഷന് ഞാനൊന്ന് ചേഞ്ച് വരുത്താൻ പോവുകയാണ്. ദാറ്റ് മീൻസ് അതിനൊന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? റിവേഴ്സ് ചെയ്യുന്ന ഒന്നുമല്ല, ജസ്റ്റ് പ്രൊഡക്റ്റിനെ എടുത്ത് ലെഫ്റ്റ് സൈഡിലിടുക, റിയാക്റ്റൻറ്റിനെ എടുത്ത് റൈറ്റ് സൈഡിലിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. CO2 + 2H2O ഗിവ്സ്, ഇനി റിയാക്റ്റൻസിനെ ഞാൻ പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് എഴുതുമ്പോൾ CH4 + 2O2 എന്ന് വരും അല്ലേ. ഇനി അതേസമയം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂവിൽ എന്തായിരിക്കും വരിക? അവിടെയുള്ള ഡെൽറ്റ എച്ച് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോസിറ്റീവ് വാല്യൂ, അതായത് 890.4 kJ per mole എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ, ഇത് നമ്മുടെ ഇക്വേഷൻ 2 × 2, ദെൻ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. ഇനി ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഈ തേർഡ് ഇക്വേഷനും കൂടി എന്ത് ചെയ്യണം? ജസ്റ്റ് ആഡ് ചെയ്യാം. നോക്കാം നമുക്ക്. അപ്പോൾ ബൈ ആഡിങ് ഇക്വേഷൻ 1, 2. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? അതിന് ഓൾറെഡി 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, വിത്ത് 3. ഓക്കെ, ദെൻ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയോ? ജസ്റ്റ് ഇതെല്ലാം ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ഒരു സൈഡിൽ എഴുതാം, ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ളതിനെല്ലാം റൈറ്റ് സൈഡിൽ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷൻ ഇതല്ലേ, കാർബൺ ഓക്സിജൻ. അപ്പോൾ അത് ഞാൻ എഴുതുവാണേ, കാർബൺ + ഓക്സിജൻ O2. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി നിങ്ങൾ എന്തായാലും എഴുതണം എക്സാമിന്. ദെൻ രണ്ടാമത്തെ ഇക്വേഷനിൽ ആരൊക്കെയുള്ളത് നോക്കിക്കേ, 2H2 ഉണ്ട്. 2H2 + again O2. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ. സോ ഇവിടെ CO2 ഉണ്ട് + 2H2O. ഓക്കെ, ഇനി ആരോ മാർക്ക് അല്ലേ ഉള്ളത്. ഓക്കെ, റിയാക്ഷൻ്റെ ആരോ മാർക്ക് ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിലുള്ള സ്പീഷീസ് ഏതൊക്കെയാണ് അതിനേക്ക് നമുക്ക് എടുത്ത് എഴുതാം. ഫസ്റ്റ് വൺ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് + 2H2O + കാർബൺ. ഇനി നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ദാറ്റ് ഈസ് CH4 + 2O2. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ എന്തെല്ലാം ചേഞ്ച് വരുത്തുന്നുണ്ടോ അതുപോലെ തന്നെ ഇവിടെയുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷനിലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റിയാക്ഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി അതിനെ ആഡ് ചെയ്തു. ദെൻ നമുക്ക് ഇതിനകത്ത് ക്യാൻസൽ ചെയ്ത് പോകുന്നതൊക്കെ നോക്കാം. നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആയിട്ട് വരുന്നവരൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2H2O ക്യാൻസൽ ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡിന് ക്യാൻസൽ ചെയ്യാം. ദെൻ O2 രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കേ, 2 O2 ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 O2നും കൂടി ചേർത്ത് ഞാൻ 2O2 എന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2O2നെയും ഇവിടുന്ന് ഈ 2O2നെയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ആളുകളേക്ക് നമുക്ക് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് C ഇൻ സോളിഡ് സ്റ്റേറ്റ് + 2H2 ഗീവ്സ് CH4. ഓക്കെ, നമുക്ക്
കിട്ടേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? മീഥൈനിൻ്റെ ഫോർമേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ തന്നിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷനും കൂടി ജസ്റ്റ് ആഡ് ചെയ്യുക അല്ലേ? അതുപോലെ തന്നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സി, ഒന്നാമത്തെ ഇക്വേഷൻ്റെ വാല്യൂ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 393 ആയിരുന്നു. നെഗറ്റീവ് വാല്യൂ ഓഫ് 393.5 പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ദ സെക്കൻഡ് റിയാക്ഷൻ, ദാറ്റ് ഈസ് -571 അല്ലേ? മൈനസ് സൈൻ ആയതുകൊണ്ട് 571.6. ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഇതല്ലേ? അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ 890.4 കിലോ ജൂൾ. അപ്പോൾ ആൻസർ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആൻസർ കിട്ടും. ഏകദേശം വാല്യൂ വരുന്നത് -74.7 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. മോൾ ഇൻവേഴ്സ് ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥൈൻ. അപ്പോൾ അവർ തന്നിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനും അതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂം ഒന്ന് നോക്കുക. അതിനൊന്ന് നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, സം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂസ് തമ്മിലും സം ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള മീഥൈനിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? ഓക്കെ, അപ്പോൾ എൻട്രോപ്പി എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് എ സിസ്റ്റം if a system moves from an ordered arrangement to a disordered arrangement. എന്താ സംഭവിക്കുക? എൻട്രോപ്പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ. അതായത് എൻട്രോപ്പി എന്ന് പറയുന്നത് ആക്ച്വലി ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ്. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ റാൻഡംനെസ്സോ അല്ലെങ്കിൽ ഡിസോർഡറിൻ്റെയോ ഡിഗ്രീനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? എസ് ആണ്. ഓക്കെ, ദെൻ ഒരു സിസ്റ്റം ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഡിസോർഡർ അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറുവാണെങ്കിൽ അവിടെ എൻട്രോപ്പിക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഓർഡർ ടു ഡിസോർഡർ ആണെങ്കിൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും, ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ തന്നിട്ടുള്ള ഈ 4 ഓപ്ഷൻസിൽ എപ്പോഴായിരിക്കും എൻട്രോപ്പിയിൽ എന്ത് സംഭവിക്കുന്നത്? ഇൻക്രീസ് നടക്കുക. അപ്പോൾ ഇൻക്രീസ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഓർഡേർഡിൽ നിന്ന് ഡിസോർഡർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അവിടെ വരണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ തന്നിട്ടുള്ള ഓപ്ഷൻ ഫ്രീസിങ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിനെ ഫ്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ കുറച്ചും കൂടി ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ അവിടെ എന്തായിരിക്കും? എൻട്രോപ്പി ഡിക്രീസ് ആയിരിക്കും ചെയ്യുക. ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് എന്താ? കണ്ടൻസേഷൻ ഓഫ് എ സിസ്റ്റം, കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോഴും സ്റ്റീം എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഓർഡേർഡ് ആയി. ഓക്കെ, എപ്പോഴും ഏറ്റവും കൂടുതൽ ഡിസോർഡർ ഉള്ളത് എപ്പോഴും ഏത് സ്റ്റേറ്റിനാണ്? ഗേഷ്യസ് സ്റ്റേറ്റിനായിരിക്കും അല്ലേ? കാരണം അത് കണ്ടിന്യൂസ് റാൻഡം മോഷനിലായിരിക്കും അതിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീമിനെ കണ്ടൻസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഡിസോർഡർനെസ് മാറി, ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയി. അപ്പോൾ ഇവിടെയും എന്താ സംഭവിക്കുക? എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ദാറ്റ് ഈസ് കൂളിംഗ് ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിനെ കൂൾ ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുക? വീണ്ടും അതിനെ കുറച്ചും കൂടി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിലേക്കാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കുക, ദാറ്റ് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്. ഒരു സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട്, ആറ്റംസ് ആയിട്ട്, അയോൺസ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും? അതിന് വീണ്ടും ഡിസോർഡേർഡ് കണ്ടീഷനിലേക്കാണ് അത് മാറുന്നത്. അല്ലെങ്കിൽ ഡിസോർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എൻട്രോപ്പി കൂടി. അപ്പോൾ ആൻസർ ഇവിടെ ഏതായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്. അവിടെയാണ് എൻട്രോപ്പിയിൽ ഒരു ഇൻക്രീസ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ഹെസ്സസ് ലോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഹെസ്സസ് ലോ എന്താണ്. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, write the thermochemical equation corresponding to the standard enthalpy of formation of benzene. ഓക്കെ, ബെൻസീൻ ആക്ച്വലി എങ്ങനെ ഫോം ചെയ്യുന്നത്? കാർബണും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അതായത് ഒരു റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്.
അതിൽ ഇതിനകത്തുള്ള എല്ലാ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഏറ്റവും പ്യുവർ കണ്ടീഷനിലുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുമാത്രമല്ല അതിൻ്റെ കൂടെ അവിടെയുള്ള എൻതാൽപ്പിയും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇക്വേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ തെർമോ കെമിക്കൽ ഇക്വേഷൻ ബെൻസീൻ്റെ ഫോർമേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവർ ഓൾറെഡി നമുക്ക് ഡെൽറ്റ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ ഓഫ് 49.0 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ, അതായത് കാർബൺ. ഓക്കെ, അതിൻ്റെ പ്യുവർ ഫോം എന്താ? ഗ്രാഫൈറ്റ് ആയിട്ട് തന്നെ. ദെൻ 3 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെൻസീൻ കിട്ടും. ഓക്കെ, ബെൻസീൻ്റെ ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് ബെൻസീന്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ തെർമോ കെമിക്കൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഗിബ്സ് എനർജി ചേഞ്ച് ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡെൽറ്റ ജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി ചേഞ്ചിനെ ഡെൽറ്റ എച്ചിൻ്റെയും ഡെൽറ്റ എസിൻ്റെയും ഫോമിലേക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് ഡിറൈവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സിമ്പിൾ ആണ്. നമുക്കറിയാം ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് ടി എസ് ആണ്. ഓക്കെ, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. എച്ച് മൈനസ് ടി എസ് ആണ്. ബട്ട് നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത്, ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ, ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എച്ചിൻ്റെ വാല്യൂ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും? ജി ഈക്വൽ ടു, ഓക്കെ, ജി ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ്. മനസ്സിലായോ? ഇത്രയും ഭാഗം എന്ത് ചെയ്തു? ഈ എച്ചിന് പകരം കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ യു പ്ലസ് പി വി മൈനസ് ടി എസ് എന്നായി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിനി ഡെൽറ്റ ജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എങ്ങനെ നമുക്ക് എഴുതാം? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഓക്കെ, മൈനസ് നേരെ തിരിച്ചും കൂടി വരും അല്ലേ, വി ഡെൽറ്റ പി, വീണ്ടും മൈനസ് സൈൻ, ദെൻ ടി ഡെൽറ്റ എസ് മൈനസ്, മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും, എസ് ഡെൽറ്റ ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിന് ഓരോന്നിനും കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടുവരും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ പി വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും നമുക്ക് നോക്കാം. അതായത് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, ക്ലിയർ? ദെൻ ഈ ഒരു ടേം അവിടെ നിന്ന് മാറി അല്ലേ, കാരണം അത് 0 ആയിട്ട് മാറി. ഓക്കെ, ദെൻ ഈ ഒരു പോർഷൻ എങ്ങനെയായിരിക്കും? ടി ഡെൽറ്റ എസ്, ഈ ഭാഗവും 0 ആയിട്ട് മാറും, കാരണം ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തൊക്കെ ആയിട്ടുണ്ട്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എച്ചിൻ്റെ വാല്യൂ യു പ്ലസ് പി വി എന്നല്ലേ. അപ്പോൾ ഡെൽറ്റ എച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാമല്ലോ. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. നോക്കിക്കേ, ഇത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്, ദാറ്റ് ഈസ് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം? ഡെൽറ്റ ജി ഈക്വൽ ടു, ഓക്കെ, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിക്ക് പകരം നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റ എച്ച്, ദെൻ ബാക്കി ഉള്ളത് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു പുതിയൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ ആദ്യം ചെയ്തത്? ആദ്യം ജി എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് ടി എസ് ആണ്. ഓക്കെ, ഇനി എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെയുള്ള ഇൻറ്റേർണൽ എനർജിയുടെയും പ്രഷർ വോളിയം അതിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ തന്നെ ചേഞ്ചും കൂടി ഇവിടെ തന്നെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ എച്ചിൻ്റെ വാല്യൂ കൊണ്ടുവന്ന് ഈ ജിയിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് യു പ്ലസ് പി വി മൈനസ് ടി എസ് എന്ന് കിട്ടി. ഇനി അതിൻ്റെ ചേഞ്ച് എടുക്കുമ്പോൾ, ഓക്കെ, ചേഞ്ച് എടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അതായത് ഡെൽറ്റ ടിയും ഡെൽറ്റ പിയും 0 ആയിട്ട് വരുമ്പോൾ ഇഫ് ഡെൽറ്റ ജിയുടെ വാല്യൂ ഇങ്ങനെ മാത്രമായിട്ട് വരും.
ദെൻ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എച്ച് ആണ്. അതിനെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എനി ടു കണ്ടീഷൻസ് ഫോർ വിച്ച് ഡെൽറ്റ ജി ബിക്കംസ് നെഗറ്റീവ് അക്കോർഡിംഗ് ടു ഗിബ്സ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗിബ്സ് ഇക്വേഷനിൽ നോക്കിക്കേ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകണമെങ്കിൽ ഉള്ള രണ്ട് കണ്ടീഷനാണ്. ഇഫ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ദെൻ ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്താ സംഭവിക്കുക, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, ഇതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴാ, വെൻ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആവുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആവും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താ, ഇത് ലോ ടെമ്പറേച്ചറിലായിരിക്കണം ഇത് പോസിബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ two conditions for which delta G becomes negative. Okay, according to Gibbs equation. Okay, clear ആണ്. Next question നോക്കാം. The enthalpy change in a process is the same whether the process is carried out in a single step or several step. Okay, നമുക്കറിയാലോ ആ ലോ ഏതാണ്, SS law ആണ്. അപ്പോൾ അതിൻ്റെ ഇല്ലസ്ട്രേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Then calculate the enthalpy of formation of CH4 from the following data. ഓക്കെ, ഈ സിമിലർ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മുമ്പ് കണ്ടതാണ് അല്ലേ. ഇപ്പോൾ CH4ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്കറിയാം. എങ്ങനെയായിരുന്നു, ആദ്യം ഇക്വേഷൻ 1 എഴുതുക, അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ 2 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അത് തമ്മിൽ സം ചെയ്യണം, ദെൻ ആ ഒരു കിട്ടിയ സമ്മിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ ഒരു റൂള് തന്നെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡെൽറ്റ എച്ചിൽ നിന്ന് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ചിനെയും അങ്ങനെ തന്നെ ചെയ്യാം. അതായത് ആദ്യത്തെ എൻതാൽപ്പി ചേഞ്ച് പ്ലസ് 2 ഇൻറ്റു രണ്ടാമത്തെ ഇക്വേഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് മൈനസ് മൂന്നാമത്തെ ഇക്വേഷൻ്റെ എൻതാൽപ്പി ചേഞ്ച്. ഓക്കെ, മുൻപ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, എന്താണ് എക്സ്റ്റെൻസീവ്, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്, ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഏതാ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇന്റേണൽ എനർജി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും നോക്കാം. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഇൻവോൾവ്സ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ഒരേ റിയാക്ഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരേ പ്രോസസ്സിൽ തന്നെ നടക്കുവാണെങ്കിൽ നമുക്ക് അത്തരം റിയാക്ഷൻസിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ തന്നെ അതിൻ്റെ അകത്തുള്ളത് ഒന്നാമത്തെ റിയാക്ഷനാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് ഒരു എലമെൻറ്റിന് ഓക്സിഡേഷൻ നടന്നു എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ ഒരു എലമെൻറ്റിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ ആണെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് എന്ത് പോകണം, ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം. ഓക്കെ, ലൂസസ് ഇലക്ട്രോൺ. ഓക്കെ, അതുമാത്രമല്ല ഓക്സിജൻ ആണെങ്കിൽ, ഓക്കെ, അതായത് ഒരു റിയാക്ഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ അവിടെ ഓക്സിജൻ ഗെയിൻ ചെയ്യണം. ഓക്കെ, if it is gains one oxygen then that reaction is known as oxidation reaction. ഇനി അടുത്ത കേസ് ഹൈഡ്രജൻ്റെ കേസാണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഹൈഡ്രജൻ ലോസ് ചെയ്യുന്ന റിയാക്ഷനും നമുക്ക് എന്ത് പറയാം, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നമുക്ക് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാമല്ലോ. എങ്ങനെയാണ് അങ്ങനെ നമ്മൾ പഠിച്ചത്, യെസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇൻക്രീസസ് ഇൻ, ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും റിഡക്ഷൻ സൈഡിൽ നടക്കുന്നത് അല്ലെങ്കിൽ അല്ലേ. റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും.
ഓക്സിജനെ ലൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജനെ സംബന്ധിച്ച് ഓക്കെ ഹൈഡ്രജനെ എന്താ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ എന്തായിരിക്കും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും ഡിക്രീസ് ആയിരിക്കും വരുന്നത്. അതായത് ആദ്യത്തെ ഉണ്ടായിരുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ കേസ് ഇന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിന് നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാം? റിഡക്ഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, ഇനി റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരെന്താ? റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സ്പീഷീസിനെ, ആ ഒരു കെമിക്കൽ സ്പീഷീസിനെ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ദെൻ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇതൊക്കെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം എക്സാമിന് മുമ്പ്. ഓക്കെ, അടുത്തത് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഒരു കോമ്പൗണ്ടിൽ പല എലമെൻറ്റുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഓരോ എലമെൻറ്റിനും എന്തുണ്ടാവും? ഓരോ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എലമെൻറ്റ് തന്നെ അല്ലെങ്കിൽ ഒരു മെറ്റൽ തന്നെ വേറെ ഏതെങ്കിലും കോമ്പൗണ്ടിൽ വരുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറി വരാം. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഒരു അയോണിൽ എന്തായിരിക്കും? ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കുറച്ച് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്ക് ആ റൂൾ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓക്സിഡേഷൻ നമ്പർ ഈസ് 0 ഫോർ ആറ്റംസ് ഇൻ പ്യുവർ എലമെൻറ്റ്സ്. ഓക്കെ, ഒരു പ്യുവർ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന കേസുകളിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എത്രയാണ് കൊടുക്കുന്നത്? 0 ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ദെൻ അടുത്ത കേസിൽ ഓക്സിഡേഷൻ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് സിംഗിൾ ആറ്റം അയോൺസ്. ഓക്കെ, ഒരു സിംഗിൾ ആറ്റം അയോൺസിൻ്റെ ചാർജ് എന്താണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റംസ് വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻ ഓൾ കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഫ്ലൂറിനെ സംബന്ധിച്ച് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് -1 ആയിരിക്കും ഒട്ടുമിക്ക എല്ലാ കോമ്പൗണ്ട്സിൽ തന്നെ. ഓക്കെ, ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? എല്ലാ കോമ്പൗണ്ടിലും നമ്മൾ കൊടുക്കുന്നത് -2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ആൻഡ് എക്സെപ്ഷൻസ് ഉണ്ട് അവിടെ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. വെൻ ഓക്സിജൻ ആറ്റംസ് ആർ ബോണ്ടഡ് ടു ഫ്ലൂറിൻ ആറ്റംസ്, ഫോർ എക്സാമ്പിൾ OF2. ഓക്കെ, ഒരു OF2 എന്ന് പറയുന്ന മോളിക്യൂൾ വരുമ്പോൾ അവിടെ ഓക്സിജൻ്റെ കേസിൽ അത് -2 അല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, വേർ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഇസ് +2. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആ ഒരു കേസ് വരുമ്പോൾ അവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 അല്ല, പകരം +2 ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓർ വെൻ ഓക്സിജൻ ഈസ് ബോണ്ടഡ് ടു അനദർ ഓക്സിജൻ ആറ്റം ഇൻ എ പെറോക്സൈഡ്സ്. ഓക്കെ, പെറോക്സൈഡ്സിലൊക്കെ ഓക്സിജൻ വേറൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആ കേസുകളിലൊക്കെ എന്തായിരിക്കും സംഭവിക്കുക? ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ H2O2. ഓക്കെ, അതൊരു ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഈസ് -1. ഓക്കെ, ആൻഡ് ഓർ ഇൻ എ സൂപ്പർ ഓക്സൈഡ്, ഫോർ എക്സാമ്പിൾ KO2, where its oxidation number is half. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് ഏത് കോമ്പൗണ്ടിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ആറ്റവുമായിട്ടാണ് ബോണ്ടഡ് ആയിട്ട് ഇരിക്കുന്നത് അതനുസരിച്ച് മാറും. ബട്ട് ഒട്ടുമിക്ക കേസുകളിലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എപ്പോഴും കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് തരുന്നത് എപ്പോഴും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ഓക്സിജനെ തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ? അടുത്ത റൂൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിച്ച് ഈസ് +1. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. +1 ആയിരിക്കും ഇൻ നിയർലി ഓൾ കോമ്പൗണ്ട്സ്. ദ എക്സെപ്ഷൻ ഈസ് ഹൈഡ്രജൻ ഇൻ മെറ്റൽ ഹൈഡ്രൈഡ്സ്. ഓക്കെ, മെറ്റൽ ഹൈഡ്രൈഡ്സിലാണ് ഹൈഡ്രജൻ ഉള്ളതെങ്കിൽ അതിൻ്റെ മാത്രമാണ് നമ്മൾ -1 എന്ന് പറയുന്ന ഒരു കേസ് വരുന്നത്. ബാക്കി എല്ലാ കേസിലും ഓക്കെ എപ്പോഴും എത്ര തന്നെയായിരിക്കും? +1 ആയിരിക്കും ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഓക്സിഡേഷൻ വാല്യൂ ഓഫ് ദ ആറ്റംസ് ഇൻ എ ന്യൂട്രൽ കോമ്പൗണ്ട് വിച്ച് സം ടു 0. ഓക്കെ, ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഇല്ലാത്ത കോമ്പൗണ്ടുകൾ. ഓക്കെ, ഇപ്പോൾ MnO2- അല്ലെങ്കിൽ MnO4-. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ല. കാരണം എന്താ? ഇതിൻ്റെ ചാർജ് എത്രയാ? -ആണ്, -1 ആണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ KMnO4
ഓക്കെ, ഇതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്, കാരണം ചാർജ് ഇല്ല, ആ ഒരു എൻറ്റയർ കോമ്പൗണ്ടിന് ചാർജ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എപ്പോഴും സം ചെയ്യുമ്പോൾ സീറോനോടായിരിക്കും സം ചെയ്യുക. അതായത് ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? 0 ആയിരിക്കും വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓക്സിഡേഷൻ നമ്പർ വാല്യൂ ഓഫ് ദ ആറ്റംസ് ഇൻ എ പോളിഅറ്റോമിക് അയോൺ. ക്ലിയർ? പോളിഅറ്റോമിക് അയോൺ സം ടു ദ ചാർജ് ഓൺഡ് അയോൺ. ഓക്കെ, ഇങ്ങനത്തെ ഒരു അയോണിൻ്റെ കേസ് പറയുമ്പോൾ പോളിഅറ്റോമിക് അയോൺസ് ആണ്. ഓക്കെ, ഈ അയോൺസിൻ്റെ കേസിൽ എന്താ? ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇതിനോടായിരിക്കും? ഇതിൻ്റെ ചാർജിനോടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് 4 ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറിനും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് എന്തിനോടായിരിക്കും ഇക്വേറ്റ് ചെയ്യേണ്ടത്? -1നോടായിരിക്കണം, കാരണം അതിൻ്റെ ചാർജ് -1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും റൂൾസ് നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് വേണം ഓരോ കോമ്പൗണ്ട്സിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ, ഓക്കെ, ഓരോ കോമ്പൗണ്ടിലും ഉള്ള എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഓക്കെ, തന്നിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ ഫോർമുല നിങ്ങൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് എന്താ? നിക്കൽ 2 സൾഫേറ്റ്. ഓക്കെ, രണ്ടാമത്തത് ടിൻ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിക്കൽ 2 സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ആനയോണും ഉണ്ടാവും, ഒരു കാറ്റയോണും ഉണ്ടാവും, അല്ലേ? ഇപ്പം നിക്കൽ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, അല്ലേ? ഈ മെറ്റലിൻ്റെ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഈ നമ്പർ കണ്ടോ? ഒരു റോമൻ നമ്പർ. ഇതിന് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഒരു റോമൻ ന്യൂമറൽ വെച്ചിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചേക്കുവാണ്. അപ്പോൾ ഈ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് 2. ഓക്കെ, അതൊരു മെറ്റൽ കൂടിയാണ്, അല്ലേ? അപ്പം നിക്കലിൻ്റെ കേസിൽ അതിൻ്റെ +2 ആണ് കാണിക്കുന്നത്. ഓക്കെ, +2 ആണ് കാണിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ. ദെൻ സൾഫേറ്റിൻ്റെ കേസിൽ, സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആനയോൺ ആണ്. അപ്പോൾ സൾഫേറ്റിൻ്റെ കേസിൽ എന്താ? SO4 2- ആണ് നോർമലി വരിക, അപ്പോൾ അത് -2 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനെ ക്രോസ് ഓവർ ചെയ്യുക. അതായത് ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പറിനെ ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ നിക്കലിന് താഴെ ആര് വരും? Ni2 ദെൻ SO4 2 എന്ന് വരും, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ SO4ൻ്റെ താഴെ 2 വരും. ഇനി എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഫോമിൽ വേണം നമ്മൾ അതിൻ്റെ ഫോമുല റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ചെറിയ റേഷ്യോയിലോട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? രണ്ട് സൈഡിലും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? NiSO4. ക്ലിയർ? കാരണം എന്നിൻ്റെ അടിയിലും 1 ആയിരിക്കും, SO4ൻ്റെ താഴെയും 1 ആയിരിക്കും നമുക്ക് ആൻസർ വരാം. അപ്പോൾ NiSO4 എന്നാണ് എന്ത്? നിക്കൽ സൾഫേറ്റിൻ്റെ ഫോമുല വരിക. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ടിൻ ഓക്സൈഡ്. ഓക്കെ, ഇവിടെ ടിന്നിൻ്റെ ടിൻ എന്ന് പറഞ്ഞാൽ എന്താ? SN. ടിന്നിൻ്റെ സിമ്പിൾ SN എന്നാണ്. ഇതിൽ 4 എന്ന് കാണിച്ചിട്ടുള്ളത് ആരുടെയാണ്? ടിന്നിൻ്റെ. അപ്പോൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദെൻ ഓക്സൈഡ്, ഓക്സിജൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താ? -2 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, -2 ആയിരിക്കും. ദെൻ എന്ത് ചെയ്യണം? ക്രോസ് ഓവർ ഏരിയ, ദാറ്റ് ഈസ് SN. അപ്പോൾ ക്രോസ് ഓവർ ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് സൈൻസ് ഒന്നും ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ SN4. ഓക്കെ, ഓക്സിജൻ്റെ താഴെ വരും 4, ദെൻ SNൻ്റെ താഴെ 2 വരും, SN2O4 എന്ന് വരും. ഓക്കെ, ഇതിനെന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം, അല്ലേ? അപ്പോൾ എന്ത് വരും? ഇവിടെ രണ്ട് സൈഡിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? SN1O2. ദാറ്റ് മീൻസ് SNO2. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ടിൻ ഓക്സൈഡ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഫോർമുല എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലൂറിൻ റിയാക്ട്സ് വിത്ത് ഐസ് ആസ് ഗിവൺ ബിലോ. ഓക്കെ, ഫ്ലൂറിൻ ഐസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റിഫൈ ദാറ്റ് ദിസ് ഈസ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഒരു റിയാക്ഷൻ റിഡോക്സ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതിൻ്റെ അകത്ത് ഒരു ഓക്സിഡേഷൻ ഹാഫും ഉണ്ടാവണം, റിഡക്ഷൻ ഹാഫും ഉണ്ടാവണം, അല്ലേ? അതായത് ഒരാൾക്ക് അവിടെ ഓക്സിഡേഷനും നടക്കണം, അടുത്ത സ്പീഷീസിന് അവിടെ റിഡക്ഷനും നടന്നിട്ടുണ്ടാവണം. അത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് എപ്പോഴും റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഫ്ലൂറിനും വാട്ടറുമാണ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ ഈ റിയാക്ഷൻ ഒന്നുകൂടി ഒന്ന് എഴുതാം. ദറ്റ് ഈസ് H2O + F2 gives HF + HOF. ഓക്കെ,
അപ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പറയാം ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴാണ്, ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ അതേസമയം ഓക്സിഡേഷൻ നമുക്ക് വേറെ രീതിയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ് എല്ലാം തന്നെ ഓക്സിഡേഷനാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എലമെൻ്റൽ സ്റ്റേജിൽ 0 ആണ്. H2Oയുടെ കേസിൽ വരുമ്പോൾ ഹൈഡ്രജനകത്ത് +1 ഓക്സിജൻ്റെയിലും -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ HFലേക്ക് വരുമ്പോൾ +1, ഫ്ലൂറിൻ്റെ കേസിൽ -1. ഹിയർ ഈസ് ഓൾസോ ഹൈഡ്രജന് +1 -1. അപ്പോൾ നമ്മൾ 0 ഓക്സിജൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഫ്ലൂറിന് എന്താ സംഭവിച്ചേക്കുന്നത് നോക്കിക്കേ. ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു ആദ്യം. ഇനി ഈ 0 എന്നുള്ളത് HFലേക്ക് വന്നപ്പോൾ -1 ആയി. ദാറ്റ് മീൻസ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയോ അല്ലേ. HOFലേക്ക് വന്നപ്പോഴും എഫിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യിൽ നിന്ന് -1 ആയിട്ട് ഡിക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് ഈ F2വിന് എന്താ സംഭവിച്ചത്, റിഡക്ഷൻ നടന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ F2വിന് റിഡക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, F2 എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, ദെൻ അതേസമയം ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോൾ, ഓക്സിജൻ്റെ കേസ് നോക്കിക്കേ, ഇവിടെ -2 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ -2ൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കാണ് പോയിട്ടുള്ളത്, 0യിലേക്ക് മാറി അല്ലേ. ഈ -2ൽ നിന്ന് 0യിലേക്ക് മാറി, -2ൽ നിന്ന് 0 ആയിട്ട് കൂടി, ഇൻക്രീസ് ചെയ്തു. അതായത് ഓക്സിജൻ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ത് റിയാക്ഷനാണ്, ഓക്സിഡേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാലോ. എന്താണ്, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ ഓക്സിജന് ഓക്സിഡേഷനും ഫ്ലൂറിന് F2ന് റിഡക്ഷനുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. തന്നിട്ടുള്ള കോമ്പൗണ്ട്സിനെ സ്റ്റോക്ക് നൊട്ടേഷൻ വെച്ചിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് HAuCl4 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻട്രൽ ആറ്റം ഏതാണെന്ന് ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിക്കേ. ഏതായിരിക്കും, യെസ്, AU ആണ് അല്ലേ. എന്തുകൊണ്ടാണ്, കാരണം AU 2 ആറ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ഹൈഡ്രജനുമായിട്ടും പിന്നെ ക്ലോറിനുമായിട്ടും കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ആക്ച്വലി ഒരു കോമ്പൗണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നോമൻക്ലേച്ചർ മെത്തേഡാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, മറ്റ് നോമൻക്ലേച്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റോമൻ ന്യൂമറൽസ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് നോക്കിക്കേ, +1 അല്ലേ. ദെൻ ക്ലോറിൻ്റെ കേസിൽ ക്ലോറിൻ്റെ എത്രയായിരിക്കും വരുന്നത്, -1 ആണ്. ഓക്കെ, -1, അങ്ങനെ 4 ക്ലോറിൻ ആറ്റം ഉണ്ടല്ലേ. അപ്പോൾ -1 × 4 ചെയ്യുക, ദാറ്റ് മീൻസ് -4 അല്ലേ. അപ്പോൾ ക്ലോറിൻ്റെ കേസിൽ -4 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എയുടെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയത്തില്ല എങ്കിൽ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതൊരു ന്യൂട്രൽ ആണ് അല്ലേ, ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ഓക്കെ, ന്യൂട്രൽ ആകുമ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ 1 + x - 4 which is equal to 0. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് -3 = 0. ദാറ്റ് മീൻസ് x is equal to +3. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് AU is found to be +3. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, HAu 3 and Cl4. ക്ലിയർ. അടുത്ത കോമ്പൗണ്ട് എടുക്കാം, ദാറ്റ് ഈസ് MnO2. ഓക്കെ, MnO2യുടെ കേസ് നോക്കാം. അപ്പോൾ MnO2 എന്ന് പറയുന്നതും ആക്ച്വലി എന്ത് കോമ്പൗണ്ട് തന്നെയാണ്, ന്യൂട്രൽ കോമ്പൗണ്ട് തന്നെയാണ്, അതിന് ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് Mnൻ്റെ ആണ് ഇവിടെ X ആയിട്ട് എടുക്കേണ്ടത്. ഓക്സിജൻ്റെ നമുക്കറിയാമല്ലോ, ദാറ്റ് ഈസ് എത്രയാണ്, -2 ആണ്. അപ്പോൾ X + ഒരു Mn ഉള്ളത് കൊണ്ട് ഒരു X ഇതാ, 2 × -2. ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. അങ്ങനെ 2 ഓക്സിജൻ ഇവിടെ ഇല്ലേ, അപ്പോൾ 2 × -2 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദെൻ x - 4 = 0. ദാറ്റ് മീൻസ് x = +4. ഓക്കെ, അപ്പോൾ ഇവിടെ Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എങ്ങനെയാണ് എഴുതുന്നത്, MnO2. ക്ലിയർ. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ വരിക. ഓക്കെ, മനസ്സിലായല്ലോ.
അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, ക്ലിയർ? അതായത് ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും ഇലക്ട്രോണിക് കൺസെപ്റ്റ് എഴുതാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചതാണ്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ആരാണോ അയാൾക്കായിരിക്കും ഓക്സിഡേഷൻ നടക്കുക. ഓക്കെ, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഏത് സ്പീഷീസ് ആണോ അയാൾക്കായിരിക്കും റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ദെൻ ഓക്കെ, ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് നോക്കുക. ഇവിടെ സോഡിയവും ക്ലോറിനും കൂടി റിയാക്ട് ചെയ്ത് NaCl ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഈ സോഡിയം ഈ NaCl ആയിട്ട് മാറുമ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? Na+ ആയിട്ട് മാറുന്നുണ്ടല്ലേ ആദ്യമേ. അതായത് സോഡിയം ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Na+ അയോൺ ആയിട്ട് മാറുന്നു, കാറ്റയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഡിയം ലൂസസ് ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? അയാൾക്ക് ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയാറുണ്ട്. അതായത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇസ് ഓക്സിഡേഷൻ. ഓക്കെ, അതേസമയം ക്ലോറിൻ ഗ്യാസിന് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cl- അയോൺ ആയിട്ട് മാറുന്നു. ദെൻ NaCl കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ Cl2 എന്താ സംഭവിക്കുന്നത്? ഗെയിൻ 2 ഇലക്ട്രോൺസ്. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ നടക്കുന്നത് റിഡക്ഷൻ. ഓക്കെ, ദെൻ ക്ലോറിന് റിഡക്ഷൻ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ആക്ച്വലി ഇവിടെ സോഡിയമാണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസർ എന്ന് പറയുന്നത് ക്ലോറിൻ മോളിക്യൂളും റെഡ്യൂസർ എന്ന് പറയുന്നത് സോഡിയവുമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് വഴി നമ്മളൊരു റിയാക്ഷനിൽ ഓക്സിഡൈസറും റെഡ്യൂസറേയും ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given the redox reaction, that is copper oxide plus H2 gives copper plus water molecule. Okay, ഈ ഒരു റിയാക്ഷനിൽ we have to identify the species which undergo reduction and which undergo oxidation. അപ്പോൾ ഏതൊക്കെ സ്പീഷീസിനാണ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ കോപ്പർ ഓക്സൈഡിൻ്റെ കേസിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്സിജൻ്റെ കേസിൽ -2 ആണ്. കോപ്പറിൻ്റെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ x-2 വിച്ച് ഇസ് ഈക്വൽ ടു 0, കാരണം അതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അപ്പോൾ x-2 ഈക്വൽ ടു 0, ദെൻ x ഇസ് ഈക്വൽ ടു +2. ഓക്കെ, അപ്പോൾ ഇതിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +2 ആണ്. അതേസമയം H2 മോളിക്യൂളിൻ്റെ കേസിൽ 0 ആണ് അല്ലേ. ദെൻ കോപ്പർ ഇസ് അഗെയിൻ 0 ആൻഡ് വാട്ടർ മോളിക്യൂൾ ഉണ്ട്. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഇത് +2 ആണ് വരുന്നത്. അതേസമയം ഓക്സിജൻ്റെ എന്തായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ ആർക്കൊക്കെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കൊക്കെയാണ് റിഡക്ഷൻ നടക്കുന്നത്? അപ്പോൾ ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ആർക്കാണോ. നോക്കിക്കേ, ഇവിടെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരുന്നു, അത് 0യിലേക്കാണ് മാറിയേക്കുന്നത്. കണ്ടോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ൽ നിന്ന് 0യിലേക്ക്. ദാറ്റ് മീൻസ് ഡിക്രീസസ്. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു വരുമ്പോൾ അയാൾക്ക് എന്ത് പ്രോസസ്സായിരിക്കും നടക്കുന്നത്, എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്? റിഡക്ഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ നടക്കുന്ന സ്പീഷീസ് ഏതാണ്? കോപ്പർ ഓക്സൈഡ്. കിട്ടിയല്ലോ. അണ്ടർഗോ റിഡക്ഷൻ, ദാറ്റ് ഈസ് CO. ആൻഡ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ. ഇനി ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജൻ്റെ 0 ആയിരുന്നു. ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂളിലേക്ക് വന്നപ്പോൾ അവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയി. 0യിൽ നിന്നും +2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാ? H2 മോളിക്യൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റിഡക്റ്റൻ്റ് ആൻഡ് ഓക്സിഡൻറ്റ് ഇൻ ദ എബോ റിയാക്ഷൻ. റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻ്റ് ആരാണ്? ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് CuO. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? H2 ആണ്. അപ്പോൾ റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ H2O, ദെൻ ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ അത് CuO. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിഡോക്സ് റിയാക്ഷൻസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. In an experiment, a copper rod is dipped in AgNO3 solution. ഓക്കെ, ഒരു എക്സ്പെരിമെൻ്റ് വഴി നമ്മൾ AgNO3 സൊല്യൂഷനിലേക്ക് കോപ്പറിൻ്റെ ഒരു റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് വൈ?
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറിന് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ തേർഡ് വൺ, കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് chromium in K2Cr2O7 and phosphorus in H2P2O5. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എ ആൻഡ് ബി പാർട്ട് ആൻസർ ചെയ്യാം. നോക്കിക്കേ, ഇതാണ് അവിടെ നടക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് കോപ്പർ റോഡിനെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ അവിടെ അയോൺസ് ഏതാണ് ഉണ്ടാകുന്നത്, അക്വസ് സ്റ്റേറ്റിൽ കോപ്പർ അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് Cu2+. ഓക്കെ, അപ്പോൾ ഈ Cu2+ കാരണമാണ് അവിടെ ഒരു കളർ സൊല്യൂഷൻ ആയിട്ട് മാറാനുള്ള കാരണം. അതായത് ദ സൊല്യൂഷൻ ഡെവലപ്സ് ബ്ലൂ കളർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് Cu2+ അയോൺസ്. ഓക്കെ, ഈ Cu2+ അയോൺ കാരണമാണ് ആ ഒരു സൊല്യൂഷൻ ബ്ലൂ കളറായിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലേ? ദെൻ നോക്കിക്കേ, അവിടെയുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണെന്ന് നോക്കാം. അതായത് ഇവിടെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 0 ആണ് Ag+ൻ്റെ കേസിൽ, +2 ആണ്, ഇതും +2 ആണ്, ദെൻ Ag 0 ആണ്. ഓക്കെ, ഇവിടെ സിൽവറിന് എന്താ സംഭവിച്ചിട്ടുള്ളത്, സിൽവർ +2ൽ നിന്ന് 0ലേക്ക് മാറി. ദാറ്റ് മീൻസ് അതിന് റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ അതിന് നടക്കാന്ന് പറഞ്ഞാൽ അതെന്താ, ഓക്സിഡൈസിങ് ഏജന്റ് ആണല്ലേ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ഇവിടുത്തെ ആരാണ്, Ag+ ആണ്. ഇനി അതേസമയം റെഡ്യൂസിങ് ഏജന്റ്, അതായത് റെഡ്യൂസിങ് ഏജന്റ് ആവണമെങ്കിൽ അയാൾക്ക് നടക്കേണ്ടത് എന്താ, ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. ഓക്സിഡേഷൻ നടക്കുന്നത് ഇവിടെ കോപ്പറിനാണ്. കാരണം കോപ്പർ ഇവിടെ ആദ്യം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു, അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ എന്തായി, അതിനെ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇതിനകത്ത് 2 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ കോമ്പൗണ്ട്സിൽ തന്നിട്ടുള്ള എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ K2Cr2O7 ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ളത് ആരാ, K2 & ഉണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 0നോടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ ദാറ്റ് ഈസ് +1 ആണ് പൊട്ടാഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ 2 പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് 2 × +1 പ്ലസ് ഇവിടെ 2 ക്രോമിയം അല്ല ഉള്ളത്, ദാറ്റ് മീൻസ് 2x പ്ലസ് 7 × -2. ഓക്കെ, -2 ആണ് ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. സോ 7 × -2 ചെയ്യുക, 0നോട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? സോ 2 + 2x - 14 = 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് 2x - 12 = 0. Then x is equal to 12/2. That means +6. ഓക്കെ, അപ്പോൾ +6 ആണ് ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി അടുത്തത് എന്താ, H2P2O5. ഇതിനകത്ത് നിന്ന് ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സി ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 5 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എത്രയാ, +1 ആണ്. അങ്ങനെ 2 എന്ന് പറയുമ്പോൾ 1 × 2 പ്ലസ് 2 ഫോസ്ഫറസ് ആണ്. നമുക്ക് അൺനൗൺ ആയതുകൊണ്ട് 2x എന്ന് കൊടുക്കാം. പ്ലസ് 5 × -2 ഓക്സിജൻ്റെ അല്ലേ, സോ 0നോട് ഇക്വേറ്റ് ചെയ്യണം. ദെൻ 2 + 2x - 10 = 0. ദെൻ 2x - 8 = 0. Then x is equal to 8/2 = +4. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് ഇൻ H2P2O5 എന്താ, +4 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി റിഡോക്സ് റിയാക്ഷൻ, റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഫസ്റ്റ് പാർട്ട്, റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. ഓക്കെ, ഡാനിയൽ സെല്ലിൽ എങ്ങനെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത്, അവിടെ ആക്ച്വലി 2 എലമെൻറ്റ്സ് ആണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിങ്ക് ആൻഡ് കോപ്പർ. ഓക്കെ, 2 മെറ്റൽസ് ഉണ്ട്. ആ 2 മെറ്റൽസിൻ്റെ ഇലക്ട്രോഡ് മാത്രമല്ല, ആ ഇലക്ട്രോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ളത് ആരൊക്കെയാണ്,
ഒരു സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ഉണ്ട്, കോപ്പർ മെറ്റൽ ഉണ്ട്. സിങ്കിനെ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആനോഡായിട്ട് എടുക്കുന്നത് ആരെയായിരിക്കും? സിങ്കിനെയാണ്. കാഥോഡ് കോപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിങ്കിനകത്ത് നടക്കുന്നത് ആക്ച്വലി ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് സിങ്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് സിങ്ക് അയോൺസ് ആയിട്ട് മാറുന്നു. ക്ലിയർ? സോ സിങ്ക് പ്ലസ് Cu2 പ്ലസ് gives ഓക്കെ, ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷനും ഹാഫും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്റ്റേറ്റും കൂടി റെപ്രസെൻറ്റ് ചെയ്യണം. ഇത് അക്വസ് സ്റ്റേറ്റിലാണ്, സിങ്ക് 2 പ്ലസും അക്വസ് സ്റ്റേറ്റിലാണ്, കോപ്പർ സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് വൺ, when copper sulfate solution, okay, next question, when copper sulfate solution stored in iron vessel. ഓക്കെ, ഒരു ഇരുമ്പിൻ്റെ വെസലിനകത്ത് ഞാൻ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ദ ബ്ലൂ കളർ ചേഞ്ചസ് ടു പെയിൽ ഗ്രീൻ. ഓക്കെ, നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എപ്പോഴും എന്താ? ബ്ലൂ കളർ ആയിരിക്കും. അപ്പോൾ അതിനെ ഒരു അയൺ വെസലിലാണ് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ അതിൻ്റെ കളറ് പെയിൽ ഗ്രീൻ ആയിട്ട് മാറുന്നുണ്ട്. ഡു യു അഗ്രി വിത്ത് ഇറ്റ് ആൻഡ് ജസ്റ്റിഫൈ? ഓക്കെ, നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, അഗ്രി ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? അവിടെ നടക്കുന്ന ഇക്വേഷൻ ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അതായത് ഇവിടെ അയൺ അല്ലേ ഉള്ളത്. ഓക്കെ, അയണും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ അയണിൻ്റെ വെസലിൽ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അയൺ വന്നിട്ട് ഈ സൾഫേറ്റ് ആനയോൺ ഉണ്ടല്ലോ അതിനെ വന്ന് റീപ്ലേസ് ചെയ്യും. അതായത് കോപ്പർ സൾഫേറ്റിലെ Cuവിനെ റീപ്ലേസ് ചെയ്ത് അയൺ വന്നിരിക്കും. FeSO4 ഫോം ചെയ്യും, കോപ്പറിനെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു. ദെൻ അതിനകത്തുണ്ടായിരുന്ന കോപ്പറിനെ അയൺ വന്ന് റീപ്ലേസ് ചെയ്ത് FeSO4 ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ കളർ എന്താ? പെയിൽ ഗ്രീൻ കളർ ആയിരിക്കും. മനസ്സിലായോ? പെയിൽ ഗ്രീൻ കളർ വരാനുള്ള കാരണം. ഇനി ഇത്തരം റിയാക്ഷൻസിനെ പറയുന്ന പേരെന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിനെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെറ്റൽ വന്ന് റീപ്ലേസ് ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ അയൺ എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ റീപ്ലേസ് ചെയ്ത് അയൺ വന്നിരിക്കുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.